കടുത്ത മാനസിക പീഡനമെന്നും പരാതി. തൃക്കാക്കര പോലീസും യോദ്ധാവ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഉൾപ്പെടെ 7 പേരെ ലഹരി കേസിൽ പിടികൂടിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു പരാതിക്കാരിയായ പെൺകുട്ടി. തുടർ പഠനത്തിന് ആവശ്യമായ പണച്ചിലവുകൾ പാർട്ട് ടൈം ജോലി ചെയ്തും മറ്റുമാണ് കണ്ടെത്തിയിരുന്നത്. ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പ്രയാസം നേരിട്ടപ്പോഴാണ് സുഹൃത്തായ അനസിന്റെ ഫ്ളാറ്റിലേക്ക് പെൺകുട്ടി താമസം മാറിയത്. ഈ ഫ്ളാറ്റിലാണ് കഴിഞ്ഞ മാസം 10-ന് തൃക്കാക്കര പോലീസും യോദ്ധാവ് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് 7-അംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിശോധന സമയത്ത് വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് പരാതി. പരിശോധന ചിത്രീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. അവരത് ചെയ്യേണ്ടിരുന്ന സമയം 4:30, അതായത് 3:30, അഡ്മിറൽ ഫ്ലാറ്റിലെ 3:30 മുതൽ അവരെടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പം നമ്മൾ അവിടെ ചെന്ന് CCTV ക്യാമറ ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ ഫൂട്ടേജ് കാലാവധി 14 ദിവസമുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഈ 3:30 മുതൽ എടുത്താൽ മാത്രമാണ് അവിടെ ഉള്ളിൽ നടന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവരാ കൃത്യമായിട്ടുള്ള ഈ ഫൂട്ടേജുകൾ അതിനകത്തില്ല. അതിനകത്തുണ്ടെങ്കിൽ പല കാര്യങ്ങളും വെളിച്ചത്ത് വരും. അതുണ്ടെങ്കിൽ പോലീസ് തന്നെ അത് പുറത്തോട്ട് വിടണം. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതി പ്രകാരം കസ്റ്റഡിയിലെടുത്ത ശേഷവും ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിച്ചില്ലെന്നാണ് ആരോപണം. 11-ാം തീയതി കളമശ്ശേരി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ രഹസ്യമായി 10 മിനിറ്റ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതും അനുവദിച്ചില്ല. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്താണ് ഈ പെൺകുട്ടി എന്തോ ഒരു കാര്യം എനിക്കൊരു 10 മിനിറ്റ് തരുമെന്ന് മജിസ്ട്രേറ്റ് മാമിനോട് ചോദിക്കുന്നുണ്ട്. ഓണറബിൾ മജിസ്ട്രേറ്റ് എന്തുകൊണ്ട് എനിക്കറിയില്ല, അന്നെന്ത് സംഭവിച്ചു എനിക്കറിയില്ല. അന്ന് അനുവദിച്ചിരുന്നില്ല. ഒരു പക്ഷെ അന്ന് അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ കാര്യം വ്യക്തമായിട്ട് പുറത്ത് വന്നേനെ. ജയിലിൽ എത്തിച്ച ശേഷവും പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയിലുള്ളത്. ആർത്തവ സമയത്ത് അണുബാധയുണ്ടായപ്പോൾ പോലും മാനുഷിക പരിഗണന കാണിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ലെന്നും യുവതി ആരോപിക്കുന്നു. വ്യക്തമായ ഒരു അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ അന്വേഷണം പോകുന്നത് ഈ തെറ്റുകാരെ സംരക്ഷിക്കുക എന്ന രീതിയിലാണ് ഇപ്പൊ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തെറ്റുകാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഒരിക്കലും ഇവർക്ക് നീതി കിട്ടില്ല. ഇപ്പൊ ആരെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു വകുപ്പായി മാറിയിരിക്കുന്നു NDPS. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എന്തോ അയച്ചു കൊടുക്കാം, അത് കിട്ടുന്ന ആളുടെ കാര്യം തീരുമാനമാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനിടയായ ലഹരി കേസ് തന്നെ വ്യാജമാണെന്നും കുടുംബം ആക്ഷേപിക്കുന്നുണ്ട്. അടുത്ത മാസം 8-ന് കേസ് കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് മലയാളം, കൊച്ചി. ഇന്ന് ഡോക്ടർമാരുടെ ദിനം. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ചർച്ച ചെയ്യേണ്ടതുമായ ദിവസം കൂടിയാണിത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ട 200 സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായി എന്നാണ് IMAയുടെ കണക്ക്. ആരോഗ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ചേർന്ന് വരുന്ന ദിവസമാണ് ഡോക്ടേഴ്സ് ഡേ. പശ്ചിമ ബംഗാളിന്റെ ആദ്യ മുഖ്യമന്ത്രിയും പ്രശസ്ത ഡോക്ടറുമായിരുന്ന BC റോയിയുടെ ജന്മദിനവും ചരമദിനവും ജൂലൈ 1-നാണ്. 1882-ൽ ജനനം, 1962-ൽ മരണം. ഈ ദിനം ആതുര സേവനത്തിന്റെ മഹത്വം പറയാനുള്ളത് മാത്രമല്ല, ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനുള്ളത് കൂടിയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. സംസ്ഥാനത്ത് ഓരോ മാസവും കുറഞ്ഞത് 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും കഴിഞ്ഞ 3 വർഷത്തിനിടെ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ 200-ലധികം ആക്രമണങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നു. 2022-ൽ മാത്രം 137 കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ജോലി ചെയ്യുന്ന 90% ഡോക്ടർമാരും ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ അനുഭവിച്ചവരാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം നടത്തിയ പഠനത്തിൽ പറയുന്നു. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ ഞെട്ടിക്കുന്നതാണെങ്കിലും ഇതിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിൽ ഒരു ഏകീകൃത ഡാറ്റാബേസ് ഇനിയുമില്ല. 2020 മഹാമാരിക്കാലത്ത് ഹെൽത്ത് കെയർ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമം ജാമ്യമില്ലാ കുറ്റമായി കണക്കാക്കുന്ന നിയമം ഇന്ത്യയിൽ അവതരിപ്പിച്ചെങ്കിലും കോവിഡിൽ ശമനം വന്നതോടെ ഇത് കാലഹരണപ്പെടുകയായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ പല കോണുകളിൽ ഡോക്ടർമാർ തങ്ങളുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.
മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് 80-ാം പിറന്നാൾ. കാസർഗോഡ് ഇ കെ നായനാരെ പരാജയപ്പെടുത്തി പാർലമെന്റിലെത്തുമ്പോൾ കടന്നപ്പള്ളിക്ക് പ്രായം 26 മാത്രമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ രാഷ്ട്രീയ എതിരാളികളിൽ ഇന്നുപോലും ദുഷ്പേര് കേൾപ്പിക്കാത്ത പൊതുപ്രവർത്തനമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ വേറിട്ട് നിർത്തുന്നത്. AKG തുടർച്ചയായി 3 തവണ ജയിച്ചു കയറിയ മണ്ഡലത്തിൽ മത്സരിക്കാൻ 26-കാരൻ പയ്യനോട് പാർട്ടി ആവശ്യപ്പെടുകയായിരുന്നു. നിയമവിദ്യാർത്ഥിയും KSU സംസ്ഥാന പ്രസിഡന്റുമാണ് അന്ന് കടന്നപ്പള്ളി. എതിർ സ്ഥാനാർത്ഥി സാക്ഷാൽ ഇ കെ നായനാരും. സ്ഥാനാർത്ഥിത്വത്തെക്കാൾ ഞെട്ടലായിരുന്നു കടന്നപ്പള്ളിക്ക് ഈ വാർത്ത. കയ്യൂരടക്കമുള്ള ചെങ്കോട്ടകളിൽ വോട്ടു തേടിയിറങ്ങി. പശുവും കിടാവുമാണ് ചിഹ്നം. പ്രചാരണ വേളയിലെല്ലാം വോട്ടർമാർക്ക് രാമചന്ദ്രനെ കണ്ട് കൗതുകം. അന്ന് ഇന്നത്തേതിലും മെലിഞ്ഞിട്ടാണ്, ചെറിയ പ്രായവും. എന്നാൽ വോട്ടെണ്ണി വിധി പറഞ്ഞപ്പോൾ കേരളം അമ്പരന്ന വിജയം. കടന്നപ്പള്ളിയുടെ ചരിത്രജയം. കാസർഗോഡ് മണ്ഡലത്തിൽ ഇ കെ നയനാരെ 28,000-ത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ 1971-ൽ ലോക്സഭയിലെത്തിയത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നപ്പള്ളി സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചത്. 1960-ൽ KSU കണ്ണൂർ താലൂക്ക് പ്രസിഡന്റായി. 1965-ൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം 1969-ൽ പ്രസിഡന്റായി സ്ഥാനമേറ്റു. കോൺഗ്രസ് പിളർന്നപ്പോൾ കടന്നപ്പള്ളി LDF-നൊപ്പം ചേർന്നു. അന്ന് കൂടെയുണ്ടായിരുന്ന AK ആന്റണി കോൺഗ്രസിലേക്ക് മടങ്ങിയെങ്കിലും കടന്നപ്പള്ളി കോൺഗ്രസ് എസുമായി LDF-ൽ നിലയുറപ്പിച്ചു. രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറുംപുറത്തുമെന്നും 70-ലെ ആദ്യ മത്സരത്തിന് ശേഷം 1977-ൽ രാമണ്ണ റായിയെ പരാജയപ്പെടുത്തി കാസർഗോഡിനെ പ്രതിനിധീകരിച്ച് രണ്ടാമതും ലോക്സഭയിൽ. 1980-ൽ ഇരിക്കൂർ MLA. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ എടക്കാട് MLA. 2009 ഓഗസ്റ്റ് 17 മുതൽ 2011 മെയ് 14 വരെയുള്ള കാലയളവിൽ BS മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രി. 2016-ലെ ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിൽ കടന്നപ്പള്ളി മന്ത്രിയായി. ജയിക്കില്ലെന്ന് സ്വന്തം പാർട്ടിക്കാർ വരെ കട്ടായം പറഞ്ഞ കണ്ണൂരിലെ അവസാന മത്സരത്തിലും MLA സ്ഥാനം കൂടെ പോന്നു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം രണ്ടാം മന്ത്രിസഭയിലും ഇപ്പോൾ അംഗമാണ്. തനതായ കടന്നപ്പള്ളി ടച്ചിൽ നിറഞ്ഞ ചിരിയോടെ നേരിട്ടതാണ് ഓരോ തെരഞ്ഞെടുപ്പുകളെയും. ജനകീയ നേതാവ് എന്ന പദവിയാണ് എന്നും കരുത്ത്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം. ഐക്യ കേരളത്തിന് വഴിയൊരുക്കി തിരു-കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്ന് 75 വർഷം. 1949 ജൂലൈ 1-നാണ് തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങൾ ഒന്നിച്ച് തിരു-കൊച്ചി സംസ്ഥാനമായത്. അപ്പോഴും മലബാർ മദിരാശിയുടെ ഭാഗമായിരുന്നു. അന്ന് തിരു-കൊച്ചിക്കുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയുമായിരുന്നു. സ്വാതന്ത്ര്യത്തിനും വളരെ മുമ്പ് തന്നെ ഉയർന്ന ആവശ്യമായിരുന്നു മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഒന്നിച്ച ഐക്യ കേരളം. സ്വാതന്ത്ര്യം കയ്യെത്തും ദൂരത്തെത്തിയതോടെ ആ ആവശ്യം ശക്തിപ്പെട്ടു. 1946-ലെ ചെറുതുരുത്തി യോഗത്തിന്റെ തീരുമാനപ്രകാരം K. കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് പ്രഥമ ഐക്യ കേരള സമ്മേളനം വിളിച്ചുകൂട്ടിയപ്പോൾ കൊച്ചി മഹാരാജാവ് പരീക്ഷത്ത് തമ്പുരാൻ നേരിട്ടെത്തി ഐക്യ കേരളത്തെ അനുകൂലിച്ചു. ആലുവയിലും പാലക്കാടുമായി അനുബന്ധ സമ്മേളനങ്ങൾ നടന്നു. സ്വാതന്ത്ര്യാനന്തരം 1949 മാർച്ചിൽ സംസ്ഥാന സംയോജന മന്ത്രാലയത്തിന്റെ സെക്രട്ടറി VP മേനോൻ തിരുവനന്തപുരത്തെത്തി. അന്ന് തിരുവിതാംകൂറിൽ പറവൂർ TK നാരായണപിള്ളയും കൊച്ചിയിൽ ഇക്കണ്ട വാര്യരുമായിരുന്നു പ്രധാനമന്ത്രിമാർ. തിരുവിതാംകൂർ, കൊച്ചി രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഇരുവരുമായി VP മേനോൻ ചർച്ച നടത്തി. ഏപ്രിലിൽ തിരുവിതാംകൂർ കൊച്ചി ലയനം അംഗീകരിച്ച് സർക്കാർ പത്രക്കുറിപ്പിറക്കി. ജൂലൈ 1-ന് തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാർ സംയോജന പ്രമാണത്തിലൊപ്പിട്ടു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു. തിരുവിതാംകൂർ രാജാവ് പുതിയ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി. ഇന്നത്തെ ഗവർണർക്ക് തുല്യമായ പദവി. ഉപരാജാപ്രമുഖനായി കൊച്ചി മഹാരാജാവിനെ ചിത്തിര തിരുനാൾ ക്ഷണിച്ചു. എന്നാൽ അധികാര കൈമാറ്റത്തിന് ശേഷം ഒരു പദവിയും ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു പരീക്ഷത്ത് തമ്പുരാന്റെ മറുപടി. മനുഷ്യ സമുദായത്തിന്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും മാറ്റമുണ്ടായി കഴിഞ്ഞു. സ്വാതന്ത്ര്യദാഹവും ഉത്തരവാദ ഭരണത്തിനുള്ള അഭിവാഞ്ചനയും ഇന്ത്യയിൽ മുഴുക്കി ഉച്ചകോടിയിൽ എത്തിച്ചേർന്നു. കഴിയുന്നത്ര വേഗം ഐക്യ കേരളം എന്ന പ്രഖ്യാപിത മുദ്രാവാക്യവുമായാണ് പ്രജാമണ്ഡലം നിയമസഭയിൽ പ്രവേശിച്ചത്.
ഐക്യ കേരളത്തിന്റെ ആദ്യ പടിയെന്ന നിലയിൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ സംയോജിപ്പിക്കണമെന്ന കക്ഷിയാഗ്രഹം പ്രദർശിപ്പിച്ചു. ഭരണാധികാരി എന്ന നിലയിൽ ഇളയരാജാവിൻ്റെയും നാട്ടുരാജ്യ വകുപ്പ് ഉപദേഷ്ടാവിൻ്റെയും പ്രധാനമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ഈശ്വരാനുഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ സംയോജന കരാർ ഒപ്പുവച്ചു. ഭരണത്തലവനെന്ന പദവിയിൽ നിന്ന് ഞാൻ ഒഴിയുകയാണ്. കൊച്ചിയിലെ ജനങ്ങളുടെ കൂടുതൽ അഭ്യുദയത്തിനും ക്ഷേമത്തിനും ഈ നടപടി വഴിയൊരുക്കുമെന്ന് ആശിച്ചുകൊണ്ട് തിരുവിതാംകൂർ തലസ്ഥാനമായ തിരുവനന്തപുരം ഐക്യ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി മാറി. തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന പറവൂർ ടി.കെ. നാരായണപിള്ള തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി. 1950 സംസ്ഥാന പ്രധാനമന്ത്രിമാരുടെ സ്ഥാനം മുഖ്യമന്ത്രി എന്നായി. പിന്നീടങ്ങോട്ട് സി കേശവൻ, എ.ജെ. ജോൺ, പട്ടം നാണപിള്ള, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നിവർ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി. 1956 മാർച്ചിലെ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ രാജിയോടെ തിരുക്കൊച്ചി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. ഇതിനിടയിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കാനുള്ള ശുപാർശ സയ്യിദ് ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നടത്തിയിരുന്നു. ഒടുവിൽ തിരുക്കൊച്ചിയിലെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളും മലബാർ ജില്ലയും മദ്രാസ് സംസ്ഥാനത്തെ സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർത്ത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം. മലപ്പുറത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിപ്പുറത്ത് വെണ്ണായൂർ AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ലയെന്ന ആരോഗ്യവകുപ്പ്. 4 കുട്ടികളെ പരിശോധിച്ചതിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. നിലവിൽ ആരും ചികിത്സയിലില്ല. രമ്യാദാസ് നൽകും വിവരങ്ങൾ. രമ്യ, സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായും ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതായത് മലപ്പുറം കോഴിപ്പുറത്ത് വെണ്ണായൂർ AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ രോഗബാധയുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ഏകദേശം ഒരു 127ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ചികിത്സ തേടിയിരുന്നു. ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധയാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ വീടുകളിൽ തന്നെയാണ് ചികിത്സ തുടരുന്നത്. ഇതിന്റെ ഈ സ്കൂളിൽ നിന്നും ശേഖരിച്ച ഭക്ഷ്യ സാധനങ്ങളുടെ റിപ്പോർട്ട് കൂടി വരാനുണ്ട്. ഇതിനുശേഷം മാത്രമാണ് എങ്ങനെയാണ് ഈ രോഗം വരാൻ കാരണമായത് വ്യക്തമാകുകയുള്ളൂ. ആഗ്രഹം ശരി, മലപ്പുറത്താണ് ഇത്തരത്തിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു സ്കൂളിലെ 4 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ ആരും ചികിത്സയിലില്ല എന്നുമാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യാദാസ്. കേരളത്തിന്റെ അക്ഷര തലസ്ഥാനം കോട്ടയത്തിന് ഇന്ന് 75ാം പിറന്നാൾ. റബ്ബറും മലയും പുഴയും വർണ്ണം പകർന്ന കോട്ടയം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മുടെ കോട്ടയം ജില്ല രൂപീകൃതമായിട്ട് 75 വർഷം തികയാണ്. നമ്മുടെ കോട്ടയം ജില്ല. കോട്ടയത്ത് തന്നെ ഉള്ളതെന്നോ? ലാൻഡ് ഓഫ് 3 L's: ലെറ്റർ, ലാറ്റക്സ് ആൻഡ് ലേക്സ്. അക്ഷരങ്ങൾ, റബ്ബർ, തടാകങ്ങൾ. ഈ 3 L'കളുടെ നഗരമെന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്.
കോട്ടയത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തെപ്പറ്റി പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അക്ഷര നഗരി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. 1989 പ്രത്യേക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് 100% സാക്ഷരത കോട്ടയം നഗരത്തിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൈവരിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസ സമ്പന്നമാണ് നമ്മളുടെ നാടെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന CMS കോളേജ് പോലെ ഇന്ത്യയിലെ തന്നെ ആദ്യകാല കോളേജുകളാൽ സമൃദ്ധം, അങ്ങനെ അറിവിനാൽ സമ്പന്നരായിട്ടുള്ള സമൃദ്ധരായിട്ടുള്ള ഒരു ജനത കൂടിയിട്ടാണ് നമ്മൾ കോട്ടയംകാർ. ലാൻഡ് ഓഫ് ലേക്സ് കൂടിയിട്ടാണ് കോട്ടയം. തടാകങ്ങളുടെ നാട് കൂടിയിട്ടാണ്. പുഴകളെ, കായലുകളെ ഇവയൊക്കെ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ കോട്ടയം. മീനച്ചിലാറ്, മണിമലയാറ്, അതുപോലെ കായലുകൾ. മാത്രമല്ല ഈ നദികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തടാകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ടൂറിസം കൂടി ഡെവലപ്പ് ആയിരിക്കുന്നത്. കുമരകം ടൂറിസം കണ്ടില്ലേ, അപ്പർ കുട്ടനാട് മേഖലയിലുള്ള ടൂറിസം. അങ്ങനെ അതുകൂടാതെ മലയോര മേഖലയിൽ മറ്റ് ടൂറിസം, ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, അങ്ങനെ നിരവധി കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ കൃത്യമായിട്ട് സ്ഥാനമുള്ള നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി നമ്മുടെ കോട്ടയത്തുണ്ട്. നമ്മുടെ കോട്ടയംകാരുടെ സ്വകാര്യ അഹങ്കാരം ഇവരാണ് റബ്ബർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി നടത്തുന്നതും കോട്ടയത്താണ്. പക്ഷേ കാലക്രമേണ റബ്ബറിൻ്റെ വിലയിടിവൊക്കെ റബ്ബർ കൃഷിയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് പേര് റബ്ബർ കൃഷി ഉപേക്ഷിച്ച് കഴിഞ്ഞു. റബ്ബർ വെട്ടി മറ്റ് കൃഷിയിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും റബ്ബറിൻ്റെ പെരുമ കോട്ടയത്ത് എന്നും നിലനിൽക്കുന്നത് തന്നെയാണ്. ഇതൊന്നുമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നമ്മുടെ കോട്ടയത്തിന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ഐക്യത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമരചരിത്രം. സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും നമ്മുടെ കോട്ടയത്തിൻ്റെ മണ്ണിൽ നേരിട്ട് വന്നുകൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ ചരിത്രം നമുക്ക് പറയാനായിട്ടുണ്ട്. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയില്ലിതുപോലെ. CMS കോളേജ് വെച്ചല്ലേ ക്ലാസ്മേറ്റ്സ് ഷൂട്ട് ചെയ്തത്? പിന്നെ ക്ലാസ്മേറ്റ്സ് ഷൂട്ട് ചെയ്തത് കോട്ടയത്താണ്. നമ്മുടെ മമ്മൂക്കയുടെ കോട്ടയം കുഞ്ഞച്ചൻ, ലാലേട്ടൻ്റെ സ്ഫടികം, ചതുരംഗം, അങ്ങനെ എത്രയോ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് നമ്മുടെ നാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അതുമാത്രമല്ല, മമ്മൂക്ക ഉൾപ്പെടെ എത്രയോ ചലച്ചിത്ര താരങ്ങൾ അവരുടെ ജന്മനാടാണ് നമ്മുടെ കോട്ടയം. സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, അങ്ങനെ എല്ലാ മേഖലയിലും നമ്മളുടെ നാട് വളരെ സമൃദ്ധമാണ്. നല്ല സാംസ്കാരിക പാരമ്പര്യമുള്ള സ്ഥലമാണ്. സത്യത്തിൽ ഒരു കാലത്ത് കോട്ടയം ജില്ലയുടെ രൂപീകരണം നടക്കുന്ന സമയത്ത് കേരളത്തിലെ സാഹിത്യ രംഗത്തെ പ്രമുഖന്മാർ അവരൊരു ഇടത്താവളായിരുന്നു കോട്ടയം. SPCS അങ്ങനെയാണല്ലോ വന്നത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്ന മഹാസ്ഥാപനം വന്നു. കാരൂർ നീലകണ്ഠപിള്ള സാറിനെ പോലെ, തകഴി ശിവശങ്കരപിള്ള സാറിനെ പോലെ വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ സങ്കേതമായിരുന്നു അന്ന് കോട്ടയം. രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായും സാംസ്കാരികമായും ഈ ജില്ലയ്ക്കുള്ള സ്ഥാനം മറ്റ് പലയിടത്തും ഉള്ളതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായി. എന്തായാലും വിട്ടുപോയോ നമ്മുടെ കോട്ടയത്തെ രാഷ്ട്രീയം? രാഷ്ട്രീയം പറയാതെ കോട്ടയം ഒരിക്കലും പൂർണ്ണമാവില്ലല്ലോ അല്ലേ. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ മണ്ണാണ് കോട്ടയം. കേരള കോൺഗ്രസ് എമ്മും ജോസഫ് ഗ്രൂപ്പും അങ്ങനെ ഗ്രൂപ്പുകളുടെ മേൽ ഗ്രൂപ്പുകളായിട്ട് കേരള കോൺഗ്രസ് തഴച്ചു വളർന്ന മണ്ണ് കൂടിയിട്ടാണ്. KM മാണിയും സാക്ഷാൽ ഉമ്മൻചാണ്ടിയും ഒക്കെ ഉഴുതുമറിച്ചിട്ട രാഷ്ട്രീയ മണ്ണ് കൂടിയിട്ടാണ് നമ്മുടെ കോട്ടയം എന്ന് പറയുന്നത്. കോട്ടയത്തിൻ്റെ രാഷ്ട്രീയം എന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനം അതിനെപ്പോഴും ഉണ്ടാവും. ശ്രീ P.T. ചാക്കോയെ പോലെ, ശ്രീ VK വേലപ്പനെ പോലെ, ശ്രീ K. നാരായണക്കുറുപ്പിനെ പോലെ, ശ്രീ KM മാണി സാറിനെ പോലെ അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ ജില്ലയുടെ സന്തതികളായി വളർന്നു വന്നിട്ടുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം അന്നും ഇന്നും എക്കാലത്തും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇതൊക്കെ ഈ പഴമയുടെ ഓർമ്മകളായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ എത്തുകയാണ്. പക്ഷെ കാര്യങ്ങളിനൊക്കെ ആണെങ്കിലും നേട്ടങ്ങൾ മാത്രമല്ല, കുറേ കോട്ടങ്ങളും ഈ കോട്ടയത്തിനുണ്ട്. കണ്ടില്ലേ, നഗരമധ്യത്തിൽ പടവലം പന്തൽ, ആകാശപാത, രാഷ്ട്രീയക്കാരുടെ ഓരോ കാഴ്ചപ്പാടില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളും കോട്ടയത്തുണ്ട്.
മാവിനെ എന്നതാണ് കോട്ടയെന്നും എന്നതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? കോട്ടയം എങ്ങനെയുണ്ട്? കോട്ടയം സൂപ്പർ അല്ലേ? അപ്പോൾ എന്തായാലും 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം കോട്ടയത്തിന് നമ്മുടെ ക്യാമറമാൻ എസ് ശ്രീകുമാറിൻ്റെയും ഞങ്ങളുടെയും വക ഒരു ഹാപ്പി ബർത്ത്ഡേ. എറണാകുളം പൊറ്റക്കുഴിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ പൊറ്റക്കുഴി സ്വദേശി ഷൈനിനെതിരെ പോലീസ് കേസെടുത്തു. ബേക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രദീപിനാണ് മർദ്ദനമേറ്റത്. വഴി തടസ്സപ്പെടുത്തി ബേക്കറിക്ക് മുൻപിൽ വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് നടപടി. സഹിൻ ആന്റണി നൽകും വിശദാംശങ്ങൾ. സഹിൻ, ന്യൂസ് മലയാളം വാർത്തയിൽ നടപടിയായിരിക്കുകയാണ്. എന്താണ് പോലീസ് സംഭവത്തെക്കുറിച്ച് പറയുന്നത്? ആതിര, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. കൊച്ചി പൊറ്റക്കുഴിയിലെ ഒരു ബേക്കറിയിലെ സെക്യൂരിറ്റി ഗാർഡായിരുന്നു പ്രദീപ്. അവിടെ സെക്യൂരിറ്റി ഗാർഡായി നിൽക്കുമ്പോൾ അവിടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഒരു വാഹനം പാർക്ക് ചെയ്യുകയാണ്. അതിനെ പ്രദീപ് ചോദ്യം ചെയ്തു. ഇവിടെ വാഹനം ഇടാൻ പറ്റില്ല, അല്പം മാറ്റിയിടണമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. തുടർന്ന് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി പ്രദീപിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഇത് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ ഈ ദൃശ്യങ്ങൾ സഹിതം ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തുവിടുകയാണ് ഉണ്ടായത്. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കേണ്ടതായി വന്നു. അതേ തുടർന്ന് പോലീസിന് കേസെടുക്കേണ്ടതായി വരികയുണ്ടായി. ഷൈൻ എന്ന പൊറ്റക്കുഴി സ്വദേശിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ നെഞ്ചുവേദനയാണെന്ന് കാരണം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ആതിര, സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ നടപടിയായിരിക്കുന്നത്. കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് നടപടി. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വായനയുടെ ഒരു വർഷം പിന്നിട്ടതിന്റെ സന്തോഷത്തിൽ സൈലന്റ് റീഡിംഗ് കമ്മ്യൂണിറ്റിയായ കൊച്ചി റീഡ്സ് പുസ്തക വായനയ്ക്കൊപ്പം ചർച്ചകളും നടത്തുന്ന കൊച്ചി റീഡ്സിന്റെ ഭാഗമാകുന്നത് വിവിധ ജില്ലകളിലെ നിരവധി ആളുകളാണ്. വായിക്കാൻ അതിയായ ആഗ്രഹവും കയ്യിലൊരു പുസ്തകവുമുണ്ടോ എങ്കിൽ ആർക്കും കൊച്ചി റീഡ്സിന്റെ ഭാഗമാകാം. കഴിഞ്ഞ വർഷം ജൂൺ 25-നായിരുന്നു കൊച്ചി റീഡ്സിന്റെ പിറവി. സംഗതി സിമ്പിളാണ്. എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 4 മുതൽ ഏതെങ്കിലും ഔട്ട്ഡോർ സ്പേസിൽ അംഗങ്ങൾ ഒത്തുചേരും. നിശബ്ദമായിരുന്ന് വായിക്കും, പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അംഗമാകാൻ രജിസ്ട്രേഷൻ ഫീസുമില്ല. ശരിക്കും കബൺ റീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഇറ്റ്സ് ബേസ്ഡ് ഔട്ട് ഓഫ് ബാംഗ്ലൂർ. അവരിതുപോലെ കബൺ പാർക്കിൽ ഇരുന്നിങ്ങനെ വായിക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. സോ അതിൻ്റെ ക്യൂറേറ്റേഴ്സ് തന്നെ ദേ വാണ്ടഡ് ടു എക്സ്പാൻഡ് ഇറ്റ് ടു ഡിഫറെൻറ്റ് ഏരിയാസ്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ തന്നെ കൊച്ചിയിൽ വേറൊരു ക്യൂറേറ്ററുണ്ട്, ഗോപിക എന്ന് തന്നെ. സോ ഷീ സ്റ്റാർട്ടഡ് ഇറ്റ് ഇൻ കൊച്ചി ആൻഡ് ലേറ്റർ ഞാനും ജോയിൻ ചെയ്തു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രായഭേദമന്യേ കൊച്ചി റീഡ്സിനെ തേടി എത്തുന്നത് നിരവധി ആളുകളാണ്. ഞാൻ ഇന്ന് എൻ്റെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ സ്കൂളിലൊക്കെ യൂറീക്ക അറിയും, അങ്ങനെ ആ ഒരു വാരിക കുട്ടികൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ നോക്കുകയായിരുന്നു. അപ്പം അവരുടെ പാരൻസ് പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് കുട്ടികൾ വായിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു ടൈമിൽ ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നതും ഇങ്ങനെ കുറച്ച് ആൾക്കാർ വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുട്ടികൾ വരാറുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. ഇപ്പം ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് ഇരിക്കുന്ന സമയത്ത് പീപ്പിൾ ഗെറ്റ് മോട്ടിവേറ്റഡ് ടു റീഡ്. എനിക്ക് മോട്ടിവേഷൻ ആയിരുന്നു. ഐ സ്റ്റോപ്പ് റീഡിങ് ഫോർ 14 years. അപ്പം ആഫ്റ്റർ ഐ ജോയിൻ ഹിയർ ഐ അഗെയിൻ ടുക്ക് ബാക്ക് മൈ റീഡിങ് ബുക്സ് ആസ് എ ഹാബിറ്റ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് റീഡിങ് റെഗുലർലി.
പക്ഷേ മൈ സൺ ഈസ് സംബഡി ഹൂ റീഡ്സ്. ഈവൻ ദോ ഞാൻ നിർത്തിയാലും ഐ മേഡ് ഹിം റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. സോ ഐ വാണ്ടഡ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു റീഡിങ്. ദാറ്റ്സ് വൈ ഐ ജോയിൻ ദ ക്ലബ്. 2 മണിക്കൂർ വായനയ്ക്ക് ശേഷം കൂടിയിരുന്നൊരു ചർച്ചയുണ്ട്. ഓരോരുത്തരും വായിച്ച പുസ്തകങ്ങളെ കൂടുതൽ അറിയാം. ഒരുമിച്ച് ബുക്ക് വായിച്ചിട്ട് കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പരിപാടി കൂടെയുണ്ട്. രസമാണ്. ഒരു കൊല്ലമായി വരാൻ തുടങ്ങിയിട്ട്, അപ്പോൾ വളരെ ഇഷ്ടമാണ്. സൺഡേസൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരുപാട് മലയാളവും ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി നോളേജ്. അപ്പോൾ അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കൊച്ചി റീഡ്സ് എന്ന കമ്മ്യൂണിറ്റി വിജയകരമായി ഇപ്പോഴും കൊണ്ടുപോകുന്നതിൽ ക്യൂറേറ്റർമാർക്ക് അംഗങ്ങളുടെ പ്രശംസ. വി ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് വൺ തിങ്, പക്ഷേ അതിനെ കണ്ടിന്യൂ ചെയ്യണം. ഐ ഷുഡ് റിയലി അഡ്മയർ ദ ക്യൂറേറ്റേഴ്സ് ഫോർ ദാറ്റ്. അവർ എവറി വീക്ക് ഇതൊരു ഇനിഷ്യേറ്റ് എടുക്കുന്ന, ഇൻസ്റ്റയിൽ പേജ് ഇടുന്നു, ദേ റിമൈൻഡ് us, ഇൻസ്റ്റയിൽ പോസ്റ്റ് വരും, ഐ യു കമ്മിങ്, വിൽ യു ബി ജോയിനിങ് അസ്, അങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് വി ഓൾസോ ഗെറ്റ് മോട്ടിവേറ്റഡ്. വായന മരിച്ചെന്ന് പറയാൻ ഇവർ അനുവദിക്കില്ല. എത്ര തിരക്കിനിടയിലാണെങ്കിലും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാനും അതിങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും ഇവർ സമയം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. കൊച്ചിയിൽ നിന്ന് ഇന്ദ്രജിത്ത് സിപിക്കൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അടുത്ത മണിക്കൂറിൽ സൂപ്പർ ഫാസ്റ്റ് 100 കാണാം. നമസ്കാരം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ. കോടതികൾക്കും പോലീസിനും ഇനി ബാധകമാവുക പുതിയ ക്രിമിനൽ നിയമങ്ങൾ. ഇന്നു മുതൽ കേസെടുക്കുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും പുതിയ നിയമപ്രകാരം. എതിർപ്പുമായി മമതയും ഡൽഹി ബാർ കൗൺസിലും. ടി പി കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ ആരോപണവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പിണറായിയുടെയും പി ജയരാജന്റെയും അനുമതിയോടെ. ഗൂഢാലോചന പുറത്തു വന്നാൽ CPM നേതാക്കൾ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. KK രമയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലെന്നും മുല്ലപ്പള്ളി. ഇത്തരം കുപ്രസിദ്ധ കുറ്റവാളികൾക്ക് ഇളവ് നൽകിക്കൊണ്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തുകൊണ്ടുവരണമെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയാതെ ഇത്തരം ഒരു ഉത്തരവ് വരുന്ന സ്നേഹിതന്മാരെ, ഞാൻ വീണ്ടും നിങ്ങളുടെ സാക്ഷ്യത്തിൽ പറയുന്നു, പിണറായി വിജയന്റെ അനുമതിയോടുകൂടി ജയിൽ ഉപദേശ സമിതി അംഗമായിട്ട് ശ്രീമാൻ പി ജയരാജന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും ഈ സത്യം നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല. ചന്ദ്രശേഖരൻ കൊലപാതക കേസിന്റെ ആ ലാർജർ കോൺസ്പിറസി നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാം. അത് പുറത്തു കൊണ്ടുവന്നാൽ പ്രധാനപ്പെട്ട ഇവിടുത്തെ പല നേതാക്കന്മാരും ജയിലിലായിരിക്കും. അവർക്ക് ജയിലിൽ നിന്ന് ഇതുപോലെ തന്നെ 10ഓ 20ഓ കൊല്ലക്കാലം ജയിലിലേക്ക് കിടക്കാനും അവസാനം ജയിലിൽ കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ സാക്ഷ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. ആരോപണങ്ങൾക്ക് മൗനമല്ല മറുപടിയാണ് വേണ്ടത് എന്ന് യോഗം. ആഴത്തിൽ പരിശോധിച്ച് തിരുത്തണമെന്നും വോട്ട് ചോർന്നത് ന്യൂനപക്ഷത്തിന്റേത് മാത്രമല്ലെന്നും ജില്ലാ കമ്മിറ്റി. CMRL മാസപ്പടി കേസിൽ ഷോൺ ജോർജ് കക്ഷി ചേരും. ഡൽഹി ഹൈക്കോടതിയിൽ CMRL നൽകിയ ഹർജിയിലാണ് കക്ഷി ചേർന്നത്. SFIO അന്വേഷണം തടയരുതെന്ന ആവശ്യം. CMRL ജീവനക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നന്ദിപ്രമേയ ചർച്ച തുടരും. രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ സംസാരിക്കും. നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സഭ പ്രക്ഷുബ്ധമായേക്കും.
നായിക്കാവള കൊലപാതകം ഇൻഷുറൻസ് തട്ടിപ്പ് ശ്രമങ്ങൾ തള്ളാതെ പോലീസ്. കൊല്ലപ്പെടുന്നതിന് മുൻപ് ദീപ് പുതിയ ഇൻഷുറൻസ് എടുത്തെന്ന് കണ്ടെത്തൽ. പോളിസിയുടെ നോമിനികളെ തേടി തമിഴ്നാട് പോലീസ് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. കൊലപാതകത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ സുനിൽ ഇപ്പോഴും ഒളിവിൽ. നാലുവർഷ ബിരുദ കോഴ്സുകൾക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ലക്ഷദ്വീപിൽ എംപിക്കെതിരെ പ്രതിഷേധം. അഡ്മിനിസ്ട്രേറ്ററെ സൗഹൃദ സന്ദർശനം നടത്തിയതിലാണ് പ്രതിഷേധം. കൂടിക്കാഴ്ച പണ്ടാരഭൂമി പിടിച്ചെടുക്കാൻ ഉത്തരവിട്ട ശേഷം. കരുവന്നൂർ കേസിലെ CPM നേതാവായ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ജാമ്യം നൽകരുത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസന്വേഷണം നിർണായക ഘട്ടത്തിലെന്ന് വിശദീകരണം. പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിവ് തുടങ്ങി. ടോൾ കമ്പനിയുടെ നീക്കം ജനങ്ങളുടെ എതിർപ്പ് മറികടന്ന് പ്രതിഷേധ പ്രകടനവുമായി DYFI. വികാരാധീനമായ കുറിപ്പുമായി ഇടവേള ബാബു. അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും മുൻപ് നുള്ളി നോവിച്ചവർക്ക് നന്ദി. ആക്രമണം നേരിട്ടപ്പോൾ അമ്മയിൽ നിന്ന് ആരും ഒപ്പം നിന്നില്ലെന്നും ഇടവേള ബാബു. എറണാകുളം കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കാട്ടാന എത്തിയത് ഇന്ന് പുലർച്ചെ 4 മണിക്ക്. പ്രദേശത്തെ കൃഷികൾ നശിപ്പിച്ചു. ആനയെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്ന് കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ സെക്ടറിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് നടത്തും. സർവീസ് ആരംഭിക്കുന്നത് രാവിലെ കൊച്ചുവേളിയിൽ നിന്ന്. വൺ വേ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് തിരക്കൊഴിവാക്കുന്നതിന്റെ ഭാഗമായി 8 കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് നടത്തുന്നത്. ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പത്തനംതിട്ട ഓമല്ലൂർ പന്നിയാൽ സ്വദേശി മധുസൂദനൻ നായരാണ് മരിച്ചത്. ഓമല്ലൂരിന് സമീപം പുത്തൻപീടികയിലായിരുന്നു അപകടം. മമ്മൂട്ടി പകർത്തിയ നാട്ടു ബുൾബുൾ പക്ഷിയുടെ ചിത്രം ലേലം ചെയ്തു. ചിത്രം ലേലത്തിൽ പോയത് 3 ലക്ഷം രൂപയ്ക്ക്. ചിത്രം സ്വന്തമാക്കിയത് ലീന ഗ്രൂപ്പ് ഓഫ് ബിസിനസിന്റെ ചെയർമാൻ അച്ചു ഉള്ളാട്ടിൽ. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നാളെ KGMOA പ്രതിഷേധ യോഗം. പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിതീഷ് ഐസക് സാമുവലിനെതിരെ ഡ്യൂട്ടി സമയത്ത് വധഭീഷണി മുഴക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത അക്രമി സംഘത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടി വൈകുന്നുവെന്ന ആരോപണം. തമിഴ് താരങ്ങളായ ആര്യയും ഗൗതം കാർത്തിക്കും ഒന്നിക്കുന്നു. ഇരുവരും നായകന്മാരായി എത്തുന്നത് മനു ആനന്ദ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം മിസ്റ്റർ എക്സിൽ. ശരത് കുമാറും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ. പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന ചിത്രം ഡ്രാഗണിൽ നായികയായ അനുപമ പരമേശ്വരൻ. അശ്വന്ത് മാരിമുത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരുക്കുന്നത് റോംകോമായി. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇനി തുളുവും. ഇന്ത്യൻ ഭാഷകളിൽ ഹിന്ദി, ഉറുദു, തമിഴ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, തെലുങ്ക്, മലയാളം എന്നിവ നേരത്തെ ലഭ്യമായിരുന്നു. ഇപ്പോൾ 110 ഭാഷകൾ കൂടിയാണ് ഗൂഗിൾ ഉൾപ്പെടുത്തിയത്. ഇതിൽ 7 എണ്ണം ഇന്ത്യയിൽ നിന്ന്, അതിലൊന്ന് തുളുവാണ്. ദക്ഷിണ കന്നഡയിലും കേരളത്തിലെ ഒരു വിഭാഗവും സംസാരിക്കുന്ന ഭാഷ ഗൂഗിൾ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചയായിരിക്കുന്നു.
ഉംറ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സൗദി വർഷത്തിൽ 3 കോടി പേർക്ക് അവസരം നൽകും. തീർത്ഥാടകരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്നും ഉംറ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ റഹ്മാൻ ബിൻ ഈ വർഷം 10 ദശലക്ഷത്തിലധികം തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. 1.8 ദശലക്ഷം ജനങ്ങൾ മക്കയിലും പരിസരത്തും വാർഷിക ഹജ്ജ് തീർത്ഥാടനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മാസം ആദ്യം പുതിയ ഉംറ സീസൺ ആരംഭിച്ചത്. സൈബർ തട്ടിപ്പുകാർക്കായി വല വിരിച്ച് UAE പോലീസ്. അറസ്റ്റിലായത് റാക്കറ്റിലെ 100-ലേറെ പേർ. ഏറ്റവും വലിയ ഓപ്പറേഷൻ നടന്നത് അജ്മാനിൽ. നഗരത്തിലെ ഗ്രാൻഡ് മാളിലും സൈബർ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന നിരവധി റെസിഡൻഷ്യൽ ടവറുകളിലും പ്രത്യേക സേന പുലർച്ചെ വരെ നടത്തിയ റെയ്ഡുകളിലാണ് ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത്. ടിയാൻലോങ് 3 റോക്കറ്റിന്റെ ഒരു ഭാഗം പരീക്ഷണത്തിനിടെ തകർന്നു വീണു. ഘടനാപരമായ തകരാറുകൾ കാരണം വിക്ഷേപണ പാഡിൽ നിന്ന് വേർപെട്ട് ചൈനയിലെ കുന്നിൻ പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു. റോക്കറ്റിന്റെ ഭാഗങ്ങൾ തീപിടുത്തമുണ്ടാക്കിയെങ്കിലും ആളപായമില്ല. കടലിൽ ഒഴുകി വന്ന കുപ്പിയിലെ പദാർത്ഥം കഴിച്ച് 5 ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. തൻകാലെ ഫിഷറീസ് ഹാർബറിൽ നിന്നും പോയ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത്. കരയിൽ നിന്ന് 320 നോട്ടിക്കൽ മൈൽ അകലെയാണ് കുപ്പികൾ കണ്ടെത്തിയത്. കുപ്പിയിലെ പദാർത്ഥം മദ്യമെന്ന് സംശയമെന്ന് നാവികസേനാ ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ ഗ്യാൻ വിക്രമസൂര്യ അറിയിച്ചു. ടിൻഡർ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട യുവതിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയ യുവാവിന് 1 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം. സംഭവം ഡൽഹിയിലെ വികാസ് മാർഗിലെ ബ്ലാക്ക് മിറർ കഫേയിൽ. പെൺകുട്ടിയും സുഹൃത്തും ചേർന്ന് നടത്തിയ തട്ടിപ്പിൽ യുവാവിനെ കുടുക്കുകയായിരുന്നുവെന്ന് പോലീസ്. മഹാരാഷ്ട്ര ലോണാവാലയിൽ ബുസി ഡാമിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ വീണ് 3 പേർ മരിച്ചു. 2 പേരെ കാണാതായി. വെള്ളച്ചാട്ടത്തിലേക്ക് കാൽ വഴുതി വീണതാകാമെന്ന നിഗമനം. പോലീസും പ്രദേശവാസികളും ചേർന്ന് കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. ഭാര്യയുടെ കൈ അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ഭർത്താവ് വെള്ളനാട് വെളിയന്നൂർ സ്വദേശി ബി അജീഷ് കുമാറിനെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനം ഭക്ഷണം പാകം ചെയ്യാത്തതിനെ തുടർന്നുണ്ടായ വഴക്കിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു. ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ച CBSE. അധ്യാപന മേഖലയിൽ മികവ് പുലർത്തിയ അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കുമാണ് അവാർഡ്. അപേക്ഷകൾ ജൂലൈ 8 വരെ സമർപ്പിക്കാം. പാണ്ടിക്കടവ് പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. പാലത്തിന്റെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന കാടും വെള്ളക്കെട്ടും നൂറുകണക്കിന് സ്കൂൾ കുട്ടികളെയും കാൽനട യാത്രക്കാരെയും വലയ്ക്കുന്നു. പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്ന് കോൺഗ്രസ് എടവക ബ്ലോക്ക് കമ്മിറ്റി. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന വയനാട് ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കെ റഫീഖ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. 20 അംഗ ടീമിൽ ആദിത്യനാണ് ക്യാപ്റ്റൻ. കാസർഗോഡുമായുള്ള ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് വയനാട് വിജയിച്ചു. ഇന്ന് പാലക്കാടുമായി 2ാം മത്സരം. സിം കാർഡ് പോർട്ട് ചെയ്യാൻ പുതിയ നിബന്ധനകൾ. ട്രായ് പരിഷ്കാരങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. പോർട്ടിങ്ങിനായി ഇനി 7 ദിവസം കാത്തിരിക്കണം. പുതിയ ഭേദഗതികൾ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ. നിയമം ലംഘിച്ചുള്ള വിദ്യാർത്ഥികളുടെ വാഹന ഉപയോഗത്തിനെതിരെ കർശന നടപടിയുമായി പോലീസ്. പട്ടാമ്പി, തൃത്താല മേഖലകളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ നിരവധി വാഹനങ്ങളും ലഹരി പദാർത്ഥങ്ങളും പിടികൂടി. രക്ഷിതാക്കളിൽ നിന്ന് പിഴ ഈടാക്കി.
പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ കാട്ടിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന അവിടെ തന്നെ തുടരുകയായിരുന്നു. ആനയെ പിടിച്ചുകൊണ്ടുപോകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും കാട്ടിലേക്ക് തിരികെ വിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. തിരുവല്ല മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു ജയകുമാറും ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ആർ ജയകുമാറും വന്നാൽ സ്വീകരിക്കുമെന്ന് പത്തനംതിട്ടയിലെ മുന്നണികൾ. CPM തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി, BJP മണ്ഡലം പ്രസിഡന്റ് KB മുരുകേഷ് എന്നിവർ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു. കോൺഗ്രസ് വിപ്പ് ലംഘിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ബിന്ദു ജയകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. വില്ലേജ് ഓഫീസർമാരുടെ അഭാവം മൂലം തൃശൂർ മണലൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിൽ. താൽക്കാലിക വില്ലേജ് ഓഫീസർമാരെ കൊണ്ട് പ്രയോജനമില്ലെന്നും നിലവിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസുകൾക്ക് സൗകര്യങ്ങളില്ലെന്നുമാണ് പ്രധാന പരാതി. പ്രശ്നങ്ങൾക്ക് റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് പരിഹാരം കാണണമെന്നും മണലൂരിലെ ജനങ്ങളും പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ടു. വായനയുടെ ഒരു വർഷം പിന്നിട്ടതിന്റെ സന്തോഷത്തിൽ സൈലന്റ് റീഡിംഗ് കമ്മ്യൂണിറ്റിയായ കൊച്ചി റീഡ്സ് പുസ്തക വായനയ്ക്കൊപ്പം ചർച്ചകളും നടത്തുന്ന കൊച്ചി റീഡ്സിന്റെ ഭാഗമാകുന്നത് വിവിധ ജില്ലകളിലെ നിരവധി ആളുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി പിൻവലിച്ച് സംവിധായകൻ KR സുഭാഷ് ചന്ദ്രൻ. പിൻവലിച്ചത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ യുവതയോട് അറിയണം പിണറായിയെ എന്ന പേരിലുള്ള ഡോക്യുമെന്ററി. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച പിണറായിയുടെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പാണ് ഡോക്യുമെന്ററി പിൻവലിക്കാനുള്ള കാരണമെന്ന് സുഭാഷ്. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. തൊളിക്കോട് വേങ്കക്കുന്ന് സ്വദേശി G മുരുകനെയാണ് വലിയമല പോലീസ് പിടികൂടിയത്. ISROയിൽ കരാർ വ്യവസ്ഥയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് മുരുകൻ നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടിയത്. കേരളത്തിന്റെ അക്ഷര തലസ്ഥാനം കോട്ടയത്തിന് ഇന്ന് 75ാം പിറന്നാൾ. അറിവും മലയും പുഴയും റബ്ബറും വർണ്ണം പകർന്ന കോട്ടയം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിലൂടെ രൂപീകൃതമായ കോട്ടയം പിന്നീട് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നിർണായകമായ സംഭാവനകൾ നൽകി. ഷാർജയിലെ പാർപ്പിട കെട്ടിടത്തിൽ തീപിടുത്തം, താമസക്കാരെ ഒഴിപ്പിച്ചു. തീപിടുത്തം ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റിലെ റെസിഡൻഷ്യൽ ടവറിൽ. ചെറുകിട കയറ്റുമതിക്കാരെയും കർഷകരെയും ഒരുപോലെ പ്രതിസന്ധിയിലാഴ്ത്തി വിമാന കമ്പനികൾ. കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറികൾ സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ മതിയായ സംവിധാനമില്ല. രാജ്യത്തിന് ലഭിക്കേണ്ട വിദേശ നാണ്യമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നഷ്ടമാകുന്നത്. കണ്ണൂർ ജില്ലയോട് ചേർന്ന വനപ്രദേശത്ത് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് കബനി ദളത്തിന്റെ ശക്തി കുറയുന്നു. നിലവിൽ 4 പേർ മാത്രമാണ് മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സജീവമാകാൻ സാധിക്കാതെ വന്നതോടെ പ്രവർത്തകർ സംഘടനയിൽ നിന്ന് അകന്നെന്ന് പോലീസ് കണ്ടെത്തൽ.
മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഇന്ന് 80ാം പിറന്നാൾ. കാസർഗോഡ് EK നയനാരെ പരാജയപ്പെടുത്തി പാർലമെന്റിലെത്തുമ്പോൾ കടന്നപ്പള്ളിക്ക് പ്രായം 26 മാത്രമായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും ദുഷ്പേര് കേൾപ്പിക്കാത്ത പൊതുപ്രവർത്തനമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ വേറിട്ട് നിർത്തുന്നത്. ഭർത്താവ് മരിച്ച യുവതിയുടെ വീട് ജപ്തി ചെയ്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കർഷക കോൺഗ്രസ്. സംഭവം വയനാട് ജില്ലയിലെ പനമരത്ത്. ലോൺ തിരിച്ചടവിന് സാവകാശം നൽകിയില്ലെന്നും ആക്ഷേപം. സാഹിത്യനഗരമായ കോഴിക്കോടൻ മണ്ണിലൂടെ സർഗസഞ്ചാരം നടത്തുകയാണ് ഒരു കൂട്ടം സാഹിത്യകാരന്മാർ. പുരോഗമന കലാസാഹിത്യ സംഘം പേരാമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സാഹിത്യകാരന്മാർ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഇറങ്ങിയത്. ഫ്രാൻസ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിന് ആദ്യഘട്ട വിജയം. കുടിയേറ്റ വിരുദ്ധ നിലപാട് ഉയർത്തുന്ന പാർട്ടി മുന്നിലേക്ക്. അന്തിമ ഫലപ്രഖ്യാപനം അടുത്തയാഴ്ച. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ വാഹനങ്ങൾ പുറത്തെടുത്ത SDRF. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കനത്ത മഴയിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോവുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. സിക്കിമിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശനഷ്ടം. ഡാർജിലിംഗിലും കാലിംപോങ്ങിലേക്കുള്ള പോകുന്ന നിരവധി റോഡുകൾ തകർന്നു. ലിക്കുവിറിൽ ദേശീയപാത 10 തകർന്നതോടെ സിലിഗുരിയിൽ നിന്നുള്ള സിക്കിമിലേക്കുള്ള എല്ലാ വാഹനങ്ങളും വഴിതിരിച്ചുവിട്ടു. ഇത്തവണ അത്ലറ്റുകൾ സമാധാനത്തോടെ ഇരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പിരിമുറുക്കം അനുഭവിക്കാൻ പാടില്ലെന്നും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്നും മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും PT ഉഷ പറഞ്ഞു. സൗത്ത് ഡൽഹിയിൽ നഗർ നിവാസികൾ പ്രതിഷേധത്തിൽ. തകർന്ന റോഡുകളും തുടർച്ചയായ വെള്ളക്കെട്ടും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഡൽഹി സർക്കാരിനും MCDക്കുമെതിരെയാണ് പ്രതിഷേധം. ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS രൺവീർ പ്രവർത്തന വിന്യാസത്തിനായി ബാംഗ്ലാദേശിൽ. കപ്പലിനെ ബാംഗ്ലാദേശ് നാവികസേന സ്വീകരിച്ചു. ജൂൺ 21 മുതൽ 22 വരെ ബാംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് കപ്പൽ സന്ദർശനം. ആന്ധ്രാപ്രദേശിലെ പോളാവരം ജലസേചന പദ്ധതി US-ലെയും കാനഡയിലെയും വിദഗ്ധർ പരിശോധിച്ചു. ഗോദാവരി നദിക്ക് കുറുകെ നിർമ്മിച്ച പദ്ധതിയിലെ പോരായ്മകൾ പഠിക്കാനാണ് പരിശോധന. ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി സംസാരിക്കുന്നവരെ സമാധാനത്തോടെ ജീവിക്കാൻ BJP അനുവദിക്കില്ലെന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. ഹേമന്ത് സോറൻ ദരിദ്രർക്കും ദളിതർക്കും വേണ്ടി സംസാരിച്ചതുകൊണ്ടാണ് ജയിലിൽ അടച്ചതെന്നും മുഖ്യമന്ത്രി. ജാർഖണ്ഡ് കൊള്ളയടിച്ചവർക്ക് അതൊന്നും മനസ്സിലാകില്ലെന്നും ചമ്പൈ സോറൻ പറഞ്ഞു. ബെറിൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്ന് അമേരിക്കൻ കാലാവസ്ഥാ കേന്ദ്രം. നാഷണൽ ഹറിക്കെയിൻ സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശക്തമായ കാറ്റിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്.
ലഹരിക്കേസിൽ പിടിയിലായ യുവതിയോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് പരാതി. അറസ്റ്റിലായത് മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും എറണാകുളം സ്വദേശിനിയായ പെൺകുട്ടി നേരിടുന്നത് കടുത്ത മാനസിക പീഡനം. തൃക്കാക്കര പോലീസും യോദ്ധാവ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഉൾപ്പെടെ 7 പേരെ പിടികൂടിയത്. യുക്രൈനിലെ ഖാർക്കീവിൽ റഷ്യൻ ബോംബാക്രമണം. ഗൈഡഡ് ബോംബ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞും. നഗരകേന്ദ്രത്തിന് സമീപമുണ്ടായ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീപിടിച്ചെന്നും ഖാർക്കീവ് മേയർ. അന്തർ സംസ്ഥാന നദീജല സംയോജന പദ്ധതി നടപ്പിലാക്കാനുള്ള സംയുക്ത സംരംഭം മധ്യപ്രദേശ്, രാജസ്ഥാൻ മുഖ്യമന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 30-നാണ് ഇരുവരും പാർവതി കാളി സിന്ധ് ചമ്പൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത്. ഇരു സംസ്ഥാനങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് പദ്ധതി. ബീഹാറിന്റെ പ്രത്യേക പദവി ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. ഇത് സമ്മർദ്ദ രാഷ്ട്രീയമല്ലെന്നും മറിച്ച് ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്നത് ഞങ്ങളുടെ ആവശ്യമാണെന്നും പസ്വാൻ. എല്ലാവർക്കും വിശ്വാസമുള്ള നേതാവാണ് പ്രധാനമന്ത്രി മോദിയെന്നും ചിരാഗ് പസ്വാൻ. കനത്ത മഴയിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. അഹമ്മദാബാദ് ഷേലയിൽ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നാണ് ഗർത്തം രൂപപ്പെട്ടത്. നഗരത്തിൽ പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടം. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. സ്വിറ്റ്സർലൻഡിലും വടക്കൻ ഇറ്റലിയിലും നാശം വിതച്ച് അതിതീവ്ര മഴ. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 7 പേർ മരിച്ചതായി റിപ്പോർട്ട്. കനത്ത മഴയിൽ നദികൾ കരകവിഞ്ഞു, 100 കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ജൂൺ 30-ന് ഉത്തർപ്രദേശിൽ ക്യാൻവാർ അവലോകന യോഗം സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. യോഗത്തിൽ പങ്കെടുത്ത UP സർക്കാരിലെ നിരവധി മുതിർന്ന നേതാക്കൾ. മധുരയിൽ കനത്ത മഴയെ തുടർന്ന് വാട്ടർ ടാങ്ക് തകർന്ന് 2 സ്ത്രീകൾ മരിച്ചു. അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. NDRF, ഫയർ ടെൻഡർമാരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. ധർമ്മവീർ 2-ന്റെ പോസ്റ്റ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. നടൻ ബോബി ഡിയോളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും ശിവസേനാ നേതാവുമായ ഷിൻഡെയുടെ ഉപദേശകൻ അന്തരിച്ച ആനന്ദ് ദിഗയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിത്രം. ജമ്മുകശ്മീർ റിയാസിൽ അജ്ഞാതർ ഹിന്ദു ക്ഷേത്രം തകർത്തു. 3 പ്രതികളെ പിടികൂടി. നിരവധി പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കുറ്റവാളികളെ പിടികൂടിയ ശേഷം ഉചിതമായ ശിക്ഷ നൽകുമെന്നും പോലീസ്. ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന ക്രിമിനൽ നിയമങ്ങളിൽ പ്രതികരണവുമായി മുൻ IPS ഉദ്യോഗസ്ഥ കിരൺ ബേദി. പോലീസിന് ലഭിക്കുന്ന മൊത്ത വ്യാപാര പരിശീലനം പോലെയാണിതെന്ന് പ്രതികരണം. BNS, BNSS, BSS തുടങ്ങിയ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നേരത്തെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഒഡീഷയിലെ റെയിൽവേ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ് എന്ന് അശ്വിനി വൈഷ്ണവ്. ഇക്കോആറിന്റെ അധികാര പരിധിയിലുള്ള വികസന പദ്ധതികൾ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള ഒഡീഷയിലെ വികസനങ്ങൾ മന്ത്രി പറഞ്ഞു. മോദി സർക്കാർ ഈ വർഷം ഒഡീഷയ്ക്ക് 10,536 കോടി രൂപ അനുവദിച്ചു.
കുപ്വാരയിൽ ലൊലാബ് പാരലൽ ബൈപ്പാസ് റോഡ് തുറന്നു. 98 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ് കുപ്വാര ഡെപ്യൂട്ടി കമ്മീഷണർ ആയുഷി സുദാൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും മേഖലയിലെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്നും ജില്ലാ ഭരണകൂടം. BJP സംവരണത്തിന്റെ അടിസ്ഥാന മൂല്യത്തിനെതിരെന്ന് അഖിലേഷ് യാദവ്. PDAയുടെ കുടുംബങ്ങളോട് BJP വിവേചനം കാണിക്കുന്നുണ്ടെന്നും SP നേതാവ്. ഡൽഹി UP സർവകലാശാലകളിൽ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് PDA കുടുംബത്തിൽ നിന്നും ആൾക്കാരില്ലെന്നും അഖിലേഷ് യാദവ്. പാമ്പനിലെ പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. പാലം പൂർത്തിയായാൽ ഉടൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ. ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനമുള്ള പാലമാണ് നിർമ്മിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ റമാഫോസ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെട്ട മന്ത്രിസഭ രൂപീകരിച്ചു. പ്രസിഡന്റ് സിറിൽ റമാഫോസ പ്രതിപക്ഷ നേതാവ് ജോൺ സ്റ്റീൻ യുഎസിനെ കാർഷിക മന്ത്രിയായി ചുമതലപ്പെടുത്തി. മെയ് 29-നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രതിപക്ഷ നേതാവ് മന്ത്രിസഭയിൽ വന്നത് ഭൂരിപക്ഷം കുറഞ്ഞ് പ്രതിസന്ധിയിലായതിനാൽ. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറച്ചു. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറിന് 31 രൂപ കുറച്ചു. പുതിയ വില 1665 രൂപ. കനത്ത മഴയെ തുടർന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട്. സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റിന്റെ 24ാമത് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുക്കും. ഉച്ചകോടി ജൂലൈ 2 മുതൽ 6 വരെ കസാക്കിസ്ഥാന്റെ തലസ്ഥാനമായ അസ്താനയിൽ. ഇന്ത്യൻ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി S ജയശങ്കറും. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നതിൽ കർണാടക മുഖ്യമന്ത്രിയെ വിമർശിച്ച് പ്രഹ്ലാദ് ജോഷി. DK ശിവകുമാറിന്റെ അധികാരം കുറയ്ക്കാനാണ് പുതിയ നീക്കമെന്ന് ജോഷിയുടെ വിമർശനം. സിദ്ധരാമയ്യയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കമാണിതെന്നും പ്രഹ്ലാദ് ജോഷി. പശ്ചിമബംഗാളിൽ ഗോത്ര സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹുൽ ദിവസ് ആചരിച്ചു. ആഘോഷം ഗോത്ര സമൂഹം ഭാരത് സകാത്ത് സന്താർ പാതുവാശ ഗൗന്തയുടെ നേതൃത്വത്തിൽ 1855-ലെ സന്താൾ കലാപത്തിന്റെ ഓർമ്മയ്ക്കാണ് ഹുൽ ദിവസം ആചരിക്കുന്നത്. അമ്മയുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈ നട്ട് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. 5 വീടുകളിലായി 5 വൃക്ഷത്തൈകളാണ് നട്ടത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്കൊപ്പം നിന്ന ആളാണ് തന്റെ അമ്മയെന്നും അമ്മയുടെ ആശീർവാദം എക്കാലത്തും കൂടെയുണ്ടെന്നും മന്ത്രി. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് വൃക്ഷത്തൈ നടാൻ പ്രേരിപ്പിച്ചതെന്നും രവിശങ്കർ പ്രസാദ്. മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കിയത് കരിപ്പൂരിൽ നിന്ന് രാത്രി 11:10 മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവും മസ്കറ്റിൽ നിന്ന് രാവിലെ 7:10 കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ട വിമാനവും. കനത്ത മഴയിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയർന്നു. അപകട നിരപ്പിനും മുകളിൽ നീരൊഴുക്കെന്ന് റിപ്പോർട്ട്. തീരദേശവാസികൾ ആശങ്കയിൽ. മഴ തുടർന്നാൽ വീടുകളിൽ വെള്ളം കയറുമെന്ന് പ്രദേശവാസികൾ.
ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ ദക്ഷിണാഫ്രിക്കൻ വനിതകൾ പൊരുതുന്നു. 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടിയ 603 റൺസ് എന്ന ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനുള്ള മറുപടിയിൽ 226 പുറത്തായ ദക്ഷിണാഫ്രിക്ക ഫോളോ ഓൺ ചെയ്ത് മൂന്നാം നാൾ സ്റ്റംപ് എടുക്കുമ്പോൾ 2 വിക്കറ്റിന് 232 റൺസ് എന്ന നിലയിൽ. യൂറോ കപ്പിൽ ഇന്ന് 2 നോക്കൌട്ട് മത്സരങ്ങൾ. കരുത്തരുടെ പോരാട്ടത്തിൽ ഫ്രാൻസ് ബെൽജിയത്തിന് എതിരെ. മത്സരം രാത്രി 9:30. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ സ്ലൊവേനിയയെ നേരിടും. യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ ജോർജിയയ്ക്കെതിരെ സ്പെയിനിന് ജയം. ജോർജിയ നേടിയ 1 ഗോളിനെതിരെ 4 ഗോളുകൾ നേടിയാണ് സ്പെയിൻ ജയിച്ചത്. ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയാണ് സ്പെയിന്റെ എതിരാളികൾ. യൂറോ കപ്പ് പ്രീ ക്വാർട്ടർ സ്ലൊവാക്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. ഇംഗ്ലണ്ടിനായി ബെല്ലിംഗാമും ഹാരി കെയ്നും ഗോൾ നേടി. ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. പ്രൈഡ് ദിനം ആഘോഷമാക്കി ലാറ്റിൻ അമേരിക്ക. മെക്സിക്കോ സിറ്റി, ലിമ, സാന്റിയാഗോ, സാൻ സാൽവഡോർ എന്നിവിടങ്ങളിൽ പ്രൈഡ് പരേഡുകൾ നടത്തി. ജൂൺ മാസത്തിലെ അവസാന ഞായറാണ് പ്രൈഡ് ദിനമായി ആഘോഷിക്കുന്നത്. T20 ലോകകപ്പിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ അഭിനന്ദിച്ച് സഞ്ജയ് മഞ്ജരേക്കർ. ഹാർദിക് ചാമ്പ്യനാണെന്നും വലിയ മത്സരങ്ങളുടെ താരമാണെന്നും മഞ്ജരേക്കർ. ഫൈനലിൽ ഹെൻറിച്ച് ക്ലാസന്റെയും ഡേവിഡ് മില്ലറുടെയും വിക്കറ്റുകൾ വീഴ്ത്തി നിർണായക പ്രകടനമാണ് ഹാർദിക് പുറത്തെടുത്തത്. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടന്നത് സ്പീക്കറുടെ വസതിയിൽ. ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നേതാക്കൾ വിലയിരുത്തിയതായി റിപ്പോർട്ട്. രോഹിത് ശർമ്മ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫോട്ടോ വൈറലായി. ICC ടൂർണമെന്റ് വിജയത്തിന് ശേഷം ബാർബഡോസിലെ ഹോട്ടൽ മുറിയിൽ ട്രോഫിയുമായി ഉറങ്ങുന്ന രോഹിത് ശർമ്മയുടെ ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും T20 കരിയറിനെ പുകഴ്ത്തി മുൻ താരം ഗൗതം ഗംഭീർ. 2024 T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ഇരുവരും T20 ഫോമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരെയും അഭിനന്ദിച്ച് ഗംഭീർ രംഗത്തെത്തിയത്. ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ഏതൊരു തിരക്കഥയേക്കാളും മികച്ചതെന്നാണ് ഗംഭീറിന്റെ പരാമർശം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മടക്കയാത്ര നീട്ടി. തീരുമാനം ബാർബഡോസിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ. കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ നാളെ ചാർട്ടേഡ് വിമാനത്തിൽ മടങ്ങും. രാജ്യത്തിന്റെ നികുതി ഘടനയെ അപ്പാടെ മാറ്റിമറിച്ച് GST നടപ്പാക്കിയിട്ട് ഇന്ന് 8 വർഷം. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു കേന്ദ്രം അവതരിപ്പിച്ച GST രാജ്യത്തിന്റെ വളർച്ച മുരടിപ്പിച്ചു എന്നാണ് പ്രതിപക്ഷ വിമർശനം. ആര്യയും ഗൗതം കാർത്തിക്കും ഒന്നിക്കുന്ന ചിത്രം മിസ്റ്റർ എക്സിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. മനു ആനന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശരത് കുമാറും പ്രധാന വേഷത്തിലെത്തും. ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. പത്താം ക്ലാസ് +2 റാങ്ക് ജേതാക്കളെ അനുമോദിക്കുന്ന പതിവ് തെറ്റിക്കാത്ത നടൻ വിജയ്. യുവതലമുറയിലെ ലഹരി ഉപയോഗത്തെ ശക്തമായി എതിർത്ത് നടൻ. തമിഴ്നാട്ടിലെ വർദ്ധിച്ച ലഹരി ഉപയോഗം ഞെട്ടിക്കുന്നതെന്നും നടൻ വിദ്യാർത്ഥികളോട്. മോഹൻലാൽ ചിത്രം ദേവദൂതന്റെ റീ റിലീസിന് ഔദ്യോഗിക സ്ഥിരീകരണം. സിബി മലയിൽ സംവിധാനം നിർവഹിച്ച ദേവദൂതൻ 4K ക്വാളിറ്റിയിൽ വീണ്ടും തിയേറ്ററിലേക്ക്. ചിത്രം റിലീസ് ചെയ്ത് 23 വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും പ്രേക്ഷകന് വിരുന്നായി എത്തുന്നത്.
ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് റിലീസിനെത്തി സൂപ്പർ താരം നയൻതാര. താരം എത്തിയത് നിർമ്മാതാവ് ശശികാന്തിന്റെ സംവിധാനത്തിൽ പുറത്തുവരുന്ന ചിത്രത്തിനു വേണ്ടി. റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങളുടെ പ്രൊമോഷൻ പരിപാടിയിലും പങ്കെടുത്തു.